ശ്വേത മിസ് ആണേ. അപ്പൊ നമ്മൾ പെരിമീറ്റർ ആൻഡ് ഏരിയ എന്ന് പറഞ്ഞൊരു അടിപൊളി ചാപ്റ്റർ ആണല്ലേ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ആ ചാപ്റ്ററിൽ ഒരു ചോദ്യമായിട്ടാണ്, ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? പാരലലോഗ്രം, ട്രയാങ്കിൾ, സർക്കിൾ, ഇതിന്റെയൊക്കെ പെരിമീറ്ററും ഏരിയയും, സർക്കിൾ ആകുമ്പോൾ അതിന്റെ സർക്കംഫറൻസും ഏരിയയും ഒക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ അതിലെ സർക്കിളിലെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. യെസ്, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ഗിവൺ ഷേപ്പ്. ഈ തന്നിരിക്കുന്ന ഷേപ്പിലെ ഇതിൽ നീല കളറിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഷേപ്പ്, നീല കളറിൽ വരച്ചിട്ടുള്ളതാണ് നോക്കണ്ടേ. അതിന്റെ പെരിമീറ്റർ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഡയാമീറ്റർ എത്രയാണ്? ഡയാമീറ്ററിൽ ഈ തന്നിരിക്കുന്നത് ഈ വരച്ച വരകൾ എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ 14 സെന്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ടല്ലേ. യെസ്, D is equal to 14 സെന്റിമീറ്റർ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നീല കളറുള്ളത് ഇതിന്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. 2πr ആണ് ഒരു ഫുൾ സർക്കിളിന്റെ സർക്കംഫറൻസ്. അപ്പോ ഈ ഒരു സർക്കിളിന്റെ പകുതി സർക്കംഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പകുതി സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ വരെ അല്ലെ, ഇവിടെ വരെയായിരിക്കും അതിന്റെ പകുതി സർക്കംഫറൻസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താണ്? പകുതി സർക്കംഫറൻസ് ആണ്. ഇതും എന്താണ്? പകുതി സർക്കംഫറൻസ് ആണ്. ഇതും എന്താണ്? പകുതിയാണ്. ഇതും പകുതിയാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഒരെണ്ണം എടുത്തിട്ട് അതിന്റെ പകുതി സർക്കംഫറൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. പകുതി സർക്കംഫറൻസ് കാണുമ്പോൾ നമുക്ക് ഇവിടെ വരെ കിട്ടും. മിസ് ഇതാ ഈ ഒരു വരച്ച്, ഈ റെഡ് വരച്ച് ഇവിടെ വരെ നമുക്ക് കിട്ടും. അതിന് എന്ത് ചെയ്താൽ മതി? നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 4 കൊണ്ട് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടാൽ മതി. അപ്പൊ സി എത്രയാണ്? C is equal to 2πr എന്ന് പറയുന്നത് ഒരു ഫുൾ സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ്. by 2 അല്ലെ. by 2 C equal to πr ആണ് നമ്മളുടെ പകുതി സർക്കംഫറൻസ് കിട്ടുക. അപ്പൊ സി എത്രയാണടാ? ഇവിടെ സി എന്ന് പറയുന്നത് എത്രയാണ്? അതെ, 22/7 × 14 ചെയ്താൽ മതി അല്ലെ. 22/7 എടുക്കാൻ കാരണം എന്താണ്? 14 അല്ലേ നമുക്ക് ഇവിടെ ഡയാമീറ്റർ ആണ്. 14 റേഡിയസ് ആണ് അല്ലെ. റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. 14/2 ചെയ്താൽ മതി അല്ലെ. 22/7 × 14/2 ചെയ്താൽ മതി. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 7ൽ എത്ര വട്ടമാണ്? 7 × 2 എന്ന് പറയുന്നത് 4 ആണ്. ഈ 2ഉം ക്യാൻസൽ ആക്കി പോവും. അപ്പൊ എത്രയായടാ? 22 സെന്റിമീറ്റർ അല്ലെ. 22 സെന്റിമീറ്റർ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഫുള്ള് ഫിഗറിന്റെ സർക്കംഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ? അതെ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 22 × 4 എന്ന് പറയുന്നത് 88 സെന്റിമീറ്റർ ആണ് ഈ ഒരു ഫിഗറിന്റെ പെരിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.